ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം കിടക്കട്ടെ. അന്തരീക്ഷത്തിൽ ഒരു 10,000 കോടിക്കണക്കിന് സ്തോത്രം. നമ്മുടെ ജീവിതം മുഴുവൻ ഒരു സ്തോത്രം പറയുന്നതായിരിക്കണം. ഞാൻ എപ്പോഴും അത് പറയാറുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വരെ ആയത് സ്തോത്രം പറഞ്ഞ് എത്തിച്ചേർന്നതാണ് അല്ലേ. അല്ലെങ്കിൽ 10ാം ക്ലാസ് പഠിച്ച പട്ടാളം വർഗീസിനെ ഇവിടെ കൊണ്ടെത്തിക്കാനുള്ള യാതൊരു കാരണവുമില്ല. ദൈവത്തിന് കൃപ തോന്നിയതാണ്. ഞാൻ സ്തോത്രം പറഞ്ഞ് നടന്നപ്പോൾ നിങ്ങളും ഒരു സ്തോത്രക്കാരനായിട്ട് മാറണം. നിങ്ങളെ ആളുകൾ വിളിക്കട്ടെ, സ്തോത്രം ഉപദേശിക്കുന്നു വിളിക്കട്ടെ, നല്ലതാണ് കേട്ടോ. അത് നാളെ അനുഗ്രഹത്തിൻ്റെ പേരായിട്ട് മാറും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കർത്താവ് എനിക്ക് സൗഭാഗ്യം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചിലരൊക്കെ പറയും സാവകാശം തന്നതോർത്ത്. തെറ്റ്. സാവകാശം എന്ന് പറഞ്ഞാൽ സ്ലോ എന്നർത്ഥം. അവസരം എന്നുള്ള ഒരു അർത്ഥത്തിൻ്റെ അംശം പോലുമില്ല അതിനകത്ത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാവകാശമല്ല, ദൈവം തന്ന അവസരത്തിനായിട്ട്, സുവർണാവസരത്തിനകത്ത്, സൗഭാഗ്യത്തിനായിട്ട് സ്തോത്രം. എപ്പോഴും ഒരു ഫലിതം പറഞ്ഞുകൊണ്ടാണല്ലോ തുടങ്ങുന്നത് അല്ലേ. ഒരു ഫലിതം ഓർമ്മ വരുന്നു. ഒരിക്കൽ ജപ്പാനിൽ നിന്നും ഒരു മനുഷ്യൻ ഡൽഹി എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് അദ്ദേഹം വെളിയിലോട്ട് ചെന്ന് വെച്ചൊരു ടാക്സി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എളുപ്പം എനിക്ക് അശോക ഹോട്ടലിൽ പോകണം, എനിക്കവിടെ ഒരു കോൺഫറൻസ് ഉണ്ട്, കുറച്ച് സമയമേ ഉള്ളൂ, വേഗത്തിൽ പോകണം. കാറിനകത്ത് കയറി അങ്ങോട്ട് പോവുകയാണ്. ഈ കാർ പതുക്കെയാണ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു, അയ്യോ ഇതെന്താ പതുക്കെ പോകുന്നത്, എളുപ്പം പോകണം. പറഞ്ഞു, സാറേ ഇത് ഇന്ത്യയാണ്, ഞങ്ങൾക്ക് സ്പീഡ് ബ്രേക്കേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കാളയുണ്ട്, ബസ്സുണ്ട്, നിങ്ങൾ ഡൽഹി വന്ന് നോക്കണം കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ട്, കൊടുക്കാം. അയ്യോ എൻ്റെ ദൈവമേ എത്ര. പിന്നെ ആളുകൾ വണ്ടിയും കൊണ്ട് നടക്കുന്നുണ്ട്, ആളുകൾ നടന്നു പോകുന്നുണ്ട്, പിന്നെ ഉന്തുവണ്ടിയുണ്ട്, അതുകൊണ്ട് ഇവിടെ പതുക്കെ പാനൊക്കത്തുള്ളൂ. പറഞ്ഞ് ഞങ്ങളുടെ ജപ്പാനിലെല്ലാം ഭയങ്കര സ്പീഡിലാണ്. ഞങ്ങൾ ട്രെയിനെ പറ്റി കേട്ടിട്ടുണ്ടോ, ബുള്ളറ്റ് ട്രെയിൻ ഭയങ്കര സ്പീഡാണ്. ഞങ്ങൾ കാറൊക്കെ കണ്ടിട്ടുണ്ടോ, ജപ്പാനിലുണ്ടാക്കുന്ന കാർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, അതിൽ എന്ത് സ്പീഡിലാണ് പോകുന്നത് അറിയാം. പറഞ്ഞു, സാറേ ഇത് ഇന്ത്യയാണ്, പതുക്കെ പോവാണ്. ഈ മനുഷ്യൻ പുറകിലായിരുന്ന വിഷമിക്കുകയാണ്. അയാൾ അവിടെ ചെന്ന് ഇറങ്ങി, അവിടെ ഹോട്ടലിൽ, അശോക ഹോട്ടലിൻ്റെ അവിടെ ഇറങ്ങിച്ച് എത്ര രൂപയാണ് പറഞ്ഞു, 10,000 രൂപ. ഇത്രയും നേരത്തിന് 10,000 രൂപ. പറഞ്ഞു, സാറേ ഞങ്ങളുടെ കാറ് ഇവിടെ ഇന്ത്യയിലുണ്ടാക്കിയതാണ്, പക്ഷേ ഇതിൻ്റെ സ്പീഡോമീറ്റർ ഉണ്ടല്ലോ റേറ്റ് കാണിക്കുന്നത്, അത് ജപ്പാനിലുണ്ട്, അത് ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ സ്പീഡിൽ നടക്കണം, പക്ഷേ ആരുടെയും നമ്മൾ അന്യായമായിട്ടൊന്നും സമ്പാദിക്കരുത്. അദ്ദേഹം ടൂറിസ്റ്റ് ആയിരിക്കാം, പഠിത്തമില്ലാത്തൊരു അമ്മച്ചിയായിരിക്കും, കച്ചവടക്കാർ ശ്രദ്ധിക്കണം കേട്ടോ. അതുകൊണ്ട് അവർ വെട്ടിക്കാം എന്ന് ശ്രമിക്കരുത്, അത് നല്ലതല്ല. ഇന്നത്തെ എൻ്റെ വിഷയം, ഞാനും യേശുവും ചേർന്നാൽ, നീയും യേശുവും ചേർന്നാൽ എന്തു സംഭവിക്കും? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. ഓരോ സ്ത്രീ താൻ്റെ അയൽക്കാരത്തിയോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവളോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്രയീമിന് കൊള്ളയിടുകയും വേണം. ഇതൊരു നമുക്ക് തെറ്റായിട്ട് ചിന്തിക്കാൻ കഴിയും, ഒരു അന്യായമല്ലയോ, പിടിച്ചു പറയല്ലയോ? ഞാൻ പറഞ്ഞുതരാം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ ദീർഘനാൾ അടിമകളായിട്ട് ജോലി ചെയ്തു. അവർക്ക് കൂലി കൊടുക്കുന്നില്ല, ശമ്പളം കൊടുക്കുന്നില്ല, കഷ്ടപ്പാടാണ്, പ്രയാസമാണ്. ഹല്ലേലൂയ. അവസാനം പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് പോകാൻ അനുവാദം കിട്ടി. 20-ാമത്തെ വാക്യം പറയുന്നു, ഞങ്ങൾ വിടത്തില്ല എന്ന് ഫറവോൻ പറഞ്ഞതാണ്, പക്ഷേ അവൻ വിട്ടയച്ചു. നമ്മുടെ ദൈവം നമ്മളെ സഹായിക്കാമെങ്കിൽ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വിടത്തില്ലെന്ന് പറയുന്നവരും രോഗം, കഷ്ടം, ദുഃഖം, ദാരിദ്ര്യം ഇതെല്ലാം വിടാൻ സാധിക്കും. 21-ാമത്തെ വാക്യം, മിസ്രയീം ജനത്തിൻ്റെ മനസ്സ് മാറ്റും, ജനത്തിൻ്റെയും മനസ്സ് മാറ്റും കേട്ടോ. നമ്മുടെ ദൈവം കൂടെയുണ്ടെങ്കിൽ, കുഞ്ഞാടിൻ്റെ രക്തം ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിനകത്ത് നമ്മൾ മുദ്രയിടപ്പെടുകയാണെങ്കിൽ, ഹല്ലേലൂയ, നമ്മളോട് കൃപ തോന്നും, ഫേവർ തോന്നുമാറും. നിങ്ങളതിൻ്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഫേവർ വായിക്കണം കേട്ടോ. അത് സാധാരണ പുസ്തകമാണ്, ഇരിക്കട്ടെ. അത് ചിലപ്പോൾ റീപ്രിൻ്റ് ആയില്ല എന്ന് വരാം. അതുകൊണ്ട് നിങ്ങൾ വാങ്ങിച്ചൊരെണ്ണം വെച്ചാൽ നിങ്ങളുടെ തലമുറകൾക്ക് നല്ലതായിരിക്കും. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവർ കൊടുത്തു. അപ്പം അവരെന്തുകൊണ്ടാണ് ദൈവം പറഞ്ഞത് അവിടെ എല്ലാവരുടെയും വാങ്ങിക്കണമെന്ന്? അവരുടെ വസ്ത്രം, അവരുടെ വെള്ളി, അവരുടെ സ്വർണ്ണം എല്ലാം വാങ്ങിക്കണമെന്ന്. അത് തെറ്റല്ലേ? അല്ല. പണ്ട് കൂലി കൊടുക്കാതിരുന്ന, കഠിനവേല ചെയ്യിച്ചതിൻ്റെ ശമ്പളം പലിശസഹിതമായി കൊണ്ടുപോവുകയാണ്. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഒരുത്തൻ്റെ കൂലി പിടിച്ചു വെക്കരുത്. അല്ല, പഠിത്തമില്ലാത്ത വ്യക്തിയായിരിക്കാം. എനിക്കറിയാം, ഞങ്ങളുടെ നാട്ടിൽ ഒരു പഠിത്തമില്ലാത്ത കന്നാലിയെ തീറ്റുന്ന, നാൽക്കാലികളെ തീറ്റുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാളൊരു കടയിൽ ചെന്ന് അയക്ക് ഒരു പൈസ എണ്ണാൻ അറിയത്തില്ല. അതുകൊണ്ട് 10 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ, മോൻ അയച്ചു കൊടുത്ത പട്ടാളത്തിൽ നിന്ന് അയച്ചു കൊടുത്താണ്, 10 രൂപ അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ കുറച്ച് ചില്ലറ കൊടുത്ത് പോയി കണ്ണാൻ അറിയത്തില്ല, അത് വാങ്ങിച്ചുകൊണ്ട് പോകും. ആളുകൾ പലരും കളിപ്പിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ ഒരിക്കലും കളിപ്പിക്കരുത്. വേറൊരാളിൻ്റെ പൈസ നമ്മുടേതല്ലാത്തൊന്നും നമ്മുടെ വീട്ടിൽ വരരുത്. ഫറവോന് മോശ 10 പ്രാവശ്യം അവസരം കൊടുത്താണ്, ദൈവം കൊടുത്താണ് അല്ലേ, ഫറവോൻ കൊടുത്താണ്. അപ്പോഴെല്ലാം പറഞ്ഞു, നോ നോ നോ, ഞാൻ വിടത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പിന്നെ പറഞ്ഞു, ഞങ്ങൾ കുറച്ച് വിടാം, പുരുഷന്മാർ മാത്രം പോട്ടെ. പിന്നെ പറഞ്ഞു, നിങ്ങളുടെ കാളകളൊക്കെ അവിടെ നിൽക്കട്ടെ,
ഭാഗികമായ അനുസരണം, ഭാഗികമായ സ്വാതന്ത്ര്യം മോശ സമ്മതിച്ചില്ല. നമ്മളും പിശാചിനോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് ഭാഗികമായ അനുവാദം തന്നുകൾ സമ്മതിക്കരുത് പൂർണ്ണമായിട്ട്. ചിലപ്പോൾ ഞങ്ങൾ ഈ ദുഷ്ടാത്മാക്കളൊക്കെ ഇറക്കുമ്പോൾ പറയും ഞാൻ നാളെ പോകാം. ഇല്ല, ഇപ്പോൾ. പിശാച് പറയുന്ന കണ്ടീഷനല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്, ദൈവം പറഞ്ഞ കണ്ടീഷനാണ് സ്വീകരിക്കേണ്ടത്. ഹല്ലേലൂയ. ഭാഗികമായ വിടുതലിന് എഗ്രി ചെയ്യരുത്, നോ എഗ്രി ചെയ്യരുത്. ഹല്ലേലൂയ. ചരിത്രം ഞാൻ പറയാം. ഇസ്രായേൽ പോയ ശേഷം ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇസ്രായേൽ അവിടുന്ന് പോയല്ലോ. പോയി കഴിഞ്ഞതിന് ശേഷം മിസ്രൈം തകർന്നു. മിസ്രൈം നമ്പർ 1 രാജ്യമായിരുന്നു. അവർ തകർന്ന രാജ്യമായി. ദൈവമക്കൾ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അത് നിങ്ങളുടെ അനുഗ്രഹമാണ് കേട്ടോ. ദൈവമക്കൾ മറ്റുള്ളവരുടെ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. മറക്കരുത്. ഞാൻ ദൈവമക്കളുടെ അടുക്കലും പറയാണ്, നിങ്ങളും മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം. അവർക്ക് ദോഷം ചെയ്യരുത്. ചോറുണ്ടും വെച്ച് ഇറങ്ങി വന്നു കഴിയുമ്പോൾ അയ്യോ അവൾ ഭയങ്കര കേട്ടോ, നമുക്ക് ചോറൊക്കെ തന്നു, പക്ഷേ അവൾ ഇല്ല പറയരുത്. നിങ്ങൾ അനുഗ്രഹമായി തീരണം. എനിക്കറിയാം ചിലർ ചിലയിടത്ത് വന്ന് കഴിയുമ്പോൾ രൂപയും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങും, അല്ലെങ്കിൽ ഒരു ഉടുപ്പ് വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങും. ഇറങ്ങിക്കഴിയുമ്പോൾ അവരുടെ കുറ്റം പറയും, അവരുടെ സംഘടന തകർക്കാൻ നോക്കും, അവരുടെ സഭ തകർക്കാൻ നോക്കും. ചെയ്യരുത് കേട്ടോ, ചെയ്യരുത്. അനുഭവത്തിൽ നിന്നാണ് ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. ആളുകൾ എന്നെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്, രൂപയും വാങ്ങിച്ചുകൊണ്ട് ഇറങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഫറവോ ആദ്യമേ പറയേണ്ടതായിരുന്നു, നിങ്ങൾക്ക് പോകാം. മോശ പറഞ്ഞോ, നിങ്ങളുടെ ദൈവം പറഞ്ഞോ, നിങ്ങൾക്ക് പോകാം. പറഞ്ഞിരുന്നെങ്കിൽ ഈ 10 ശിക്ഷ അവർക്ക് വരത്തില്ലായിരുന്നു. ദൈവം പറയുന്നതനുസരിച്ചാൽ ദൈവത്തിന് നിന്നെ ശിക്ഷിക്കേണ്ടി വരത്തില്ല. നീ അനുസരിച്ചില്ലെങ്കിൽ, നീ നിൻ്റെ മനസ്സ് കട്ടിയാക്കിയാൽ, നിൻ്റെ ഹൃദയം നീ കട്ടിയാക്കിയാൽ ദൈവത്തിന് നിന്നെ ശിക്ഷിക്കേണ്ടി വരും. ഓർക്കണം. അതുകൊണ്ട് മോശ എന്ത് ചെയ്യണം? ദൈവശബ്ദം പറയണം, ദൈവശബ്ദം പറയണം, ദൈവശബ്ദം പറയണം. പറഞ്ഞുകൊണ്ടേ ഇരിക്കണം. രക്ഷിക്കപ്പെടരുത്. രക്ഷിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ, ഞാൻ രക്ഷിക്കപ്പെടത്തില്ലെന്ന് പറഞ്ഞാലും പിന്നെയും പോയി പറയണം, പിന്നെയും പോയി പറയണം. വഴി വെച്ച് കാണുമ്പോൾ പറയണം, ഞാൻ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ കേട്ടോ, കർത്താവിൻ്റെ അടുക്ക വരണം, അത് നിങ്ങൾക്ക് നല്ലതാണ്. പറയണം, പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതാ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. യേശു അടുത്തിയെന്ന് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ആര് പുറപ്പെടണം? നിങ്ങൾ, ശബ്ദം കേൾക്കുന്നവർ. ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അതത്ര വലിയ, നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് നിങ്ങളോട് പറയത്തുള്ളൂ. അല്ലേ? ദൈവം യേശു ക്രിസ്തു ഒരാളുടെ ഒക്കെ പറഞ്ഞു, നിനക്ക് വിറ്റ് ഉള്ളതെല്ലാം കൂടെ വിറ്റും വെച്ച് ദരിദ്രർ, എല്ലാവരോടും പറഞ്ഞു. ഇല്ല, അത് യേശുവിൻ്റെ ഉപദേശമല്ല. യേശു അവൻ്റെ ബലഹീനത മനസ്സിലാക്കിയിട്ട് അവനെ പരീക്ഷിക്കുകയായിരുന്നു. ദൈവം നീ അനുസരിക്കാൻ നിനക്ക് കഴിവുള്ളത് മാത്രമേ അവൻ നിന്നോട് പറയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ അനുസരിക്കണം. ഒത്തിരി പേരും അനുസരിക്കാത്തവരുണ്ട്. അനുഗ്രഹം വേണം, അനുസരിക്കാൻ വയ്യ. എൻ്റെ എത്രയോ പേര് പറഞ്ഞു അത് ചെയ്യത്തില്ല, പക്ഷേ അനുഗ്രഹം വേണം. എൻ്റെ വിടുതൽ പ്രാപിക്കണം. ഒരാൾ എൻ്റെ ഒക്കെ പ്രാർത്ഥിക്കാൻ വന്നു, ഒരാൾ വേറൊരു മതത്തിലുള്ള ആളാണ്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിച്ചാട്ടെ, കർത്താവായ യേശു. യേശു എന്ന് പറയാൻ എനിക്ക് വിസ്മത. അനുഗ്രഹം വേണം, രോഗശാന്തി വേണം, പക്ഷേ യേശുവിൻ്റെ പേരെടുക്കാൻ തയ്യാറല്ല. ഇല്ല, നിങ്ങൾ യേശു എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ, വേദപുസ്തകം നിങ്ങളോടൊന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കണം. നിങ്ങൾ ട്രെയിൻ തിരിച്ചു വന്ന കഥ ഓർക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ കഥ ട്രെയിൻ തിരിച്ചു വന്ന കാര്യം. ഇതാ ഞാൻ വേറൊരു കഥ പറയാനായിരിക്കാം. ഇതും ചിലപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞതാണ്, നിങ്ങൾ കേട്ട് കാണും. 1972 ഞാൻ കട്രായി ചെന്നത്. ഞാൻ അവിടെ ചെന്ന് സുവിശേഷം പ്രസംഗിച്ചു. 1973 ഏപ്രിൽ മാസം 6-ാം തീയതി 18 പേര് സ്നാനപ്പെട്ടു. അതിനകത്ത് ആദ്യം സ്നാനപ്പെട്ടത് പത്രസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മണിറാം. പത്രസ് എന്ന് ഞാൻ പേരിട്ടു. പേര് മാറ്റേണ്ട വാസ്തവത്തിൽ ആവശ്യമൊന്നുമില്ല കേട്ടോ. പക്ഷേ ദുരർത്ഥമുള്ള ഒരു പേരാണെങ്കിൽ, അന്യദൈവങ്ങളുടെയൊക്കെ പേരാണെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു, അല്ലേ? പക്ഷേ മാറ്റി, പത്രസ് എന്നിട്ടു. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഞാൻ റാഖേൽ എന്നിട്ടു. 2 പേരുടെയും പേര് മാറ്റി. പഴയ പേര് ഞാനങ്ങ് മറന്നുപോയി. അവർ ഒരു ദിവസം അവരുടെ വീട്ടിലോട്ട് പോവാണ്. റാഖേലിൻ്റെ വീട് വളരെ ദൂരെയാണ്, ഒരു 3 പർവ്വതം കയറി ഇറങ്ങി പോകണം. ഞാൻ പല പ്രാവശ്യം പോയിട്ടുണ്ട് അവിടെ. ഈ ഇടയ്ക്കും അടുത്ത കാലത്ത് വന്ന് പോയി. ഇപ്പം നമുക്ക് ജീപ്പിനകത്ത് പോകാം. പണ്ട് അങ്ങനെയല്ല, നടന്നു പോകണം 3 പർവ്വതം കയറി. അപ്പോൾ അവർ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. പത്രസ്, റാഖേൽ, മകൻ, 3 പേര് വീട്ടിൽ പോവാണ്. മകനൊരു 6-7 വയസ്സ് കാണും ആ സമയത്ത്. അല്ല, 6-7 വയസ്സുണ്ട്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയി. അവർക്ക് അദ്ദേഹത്തിന് ഒരു മകളും ഒരു മകനുമായിരുന്നു. അവരങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുപോയി ആഹാരമൊക്കെ തീർന്നു. അവിടെ കിട്ടുന്ന വഴിയിലെ ഈ ഓരോ ഉറവകളുണ്ട്, അവിടെ നിന്നൊക്കെ വെള്ളമൊക്കെ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, വിശക്കുന്നല്ലോ. കൂടെ ഉണ്ടായിരുന്ന കൊച്ചനും പറഞ്ഞു, എനിക്കും വിശക്കുന്നു, എന്തു ചെയ്യും? അപ്പോഴാണ് റാഖേൽ പറഞ്ഞു, സ്ത്രീകൾക്കാണ് കുറച്ചുകൂടെ വിശ്വാസം പുരുഷന്മാരെക്കാൾ. നമ്മുടെ ഉപദേശം നമ്മൾക്ക് പഠിപ്പിച്ചിട്ടില്ലയോ? ഏലിയാവെന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വിഷം തുറന്നേ കാക്ക കൊണ്ടുവന്ന് ആഹാരം കൊടുത്ത. അയാൾ പറഞ്ഞു, അത് വേദപുസ്തകത്തിലല്ലയോ, ഇതിവിടെ നടക്കുന്ന കാര്യമല്ല. പറയും, ഇവിടെ കാക്ക വല്ലതും ഉണ്ടോ? ഇതന്നല്ലേ എവിടുന്ന് കൊണ്ടുതരാനാ? അതെന്ന് പറയും, നമ്മുടെ ഉപദേശം അങ്ങനെ പറഞ്ഞു, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അയാൾ പറഞ്ഞു, എനിക്ക് വിശ്വാസമില്ല, നീ പ്രാർത്ഥിക്കരുത്.
സ്ത്രീകൾക്കാ കുറച്ചുകൂടെ വിശ്വാസം. പറഞ്ഞ് കണ്ണടച്ചാട്ടെ. റാഖയിൽ പ്രാർത്ഥിച്ചു. റാഖയിൽ ഈയിടയ്ക്കാണ് മരിച്ചത് കേട്ടോ. എൻ്റെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. രൂത്ത് എന്ന് പറഞ്ഞ പുസ്തകത്തിനകത്ത് ഈ കഥ എഴുതിയിട്ടുണ്ട്. അന്ന് പ്രാർത്ഥിച്ചു, സ്വർഗസ്ഥനായ ദൈവമേ, എൻ്റെ ഭർത്താവിന് വിശക്കുന്നു, എനിക്കും വിശക്കുന്നു, ഞങ്ങളുടെ മോനും വിശക്കുന്നു. കർത്താവേ, ഞങ്ങൾക്കൊരു 2 പൊറോട്ട ചപ്പാത്തി തരണം. 2 ഉണ്ടെങ്കിൽ കാര്യം നടക്കും. ഒന്ന് എൻ്റെ ഭർത്താവ് തിന്നാം, ഒന്ന് ഞാനും എൻ്റെ മോനും കൂടെ തിന്നാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അവിടെ ചെല്ലാം. കർത്താവെ 2 ചപ്പാത്തി ഞങ്ങൾക്ക് തരണമേ. കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇല്ല. പറഞ്ഞടി അന്നേരം ഞാൻ പറഞ്ഞു, ഇവിടെ ഒരു മനുഷ്യരില്ലാത്ത സ്ഥലമാണ്, പർവ്വതമാണ്, ഇവിടെ ഒരു വീട് പോലും ഇല്ല. അപ്പോൾ നേരത്തെ ഒരു കൊച്ചു വീട് കണ്ടായിരുന്നു, ഒരു ആട്ടിടേൻ്റെ. അയാളൊക്കെ ചെന്ന് ചോദിച്ചോ, പറഞ്ഞു ഇവിടെ തരത്തില്ല, എൻ്റെ കയ്യിൽ ഇച്ചിരി ആട്ടയുള്ളൂ, തരത്തില്ല. സാധാരണ അങ്ങനെ പറയത്തില്ല കേട്ടോ. ഇച്ചിരി ആട്ടയുള്ളതിൽ അതിനകത്തൊരു കൊച്ചി ചപ്പാത്തി ഞങ്ങൾ ഉണ്ടാക്കിക്കൊള്ളൂ. പക്ഷേ അയാൾ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, ഇവിടെ എങ്ങും വീടൊന്നുമില്ല, നമുക്ക് നടക്കാം. അവരങ്ങോട്ട് നടന്നു പോയി. എൻ്റെ പുസ്തകത്തിനകത്തുണ്ട് കേട്ടോ. അവർ മരിച്ചിട്ട് 2 വർഷമേ ആയുള്ളൂ. മണിറാം മരിച്ചിട്ട് 1 വർഷമാണ്. ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് മരിച്ചത്. അങ്ങോട്ട് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പം ഒരു കറുത്ത പാറ, ആ പാറയുടെ പുറത്ത് ചൂടുള്ള 2 പൊറോട്ട, അകത്ത് ആലു വെച്ച ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള പൊറോട്ട, 2 ആലു പൊറോട്ട. ഇതെവിടുന്ന് വന്നു? അയാൾ ആ പാറയിലോട്ട് കയറി എന്ന് മണിറാമിൻ്റെ ഒക്കെ പറഞ്ഞു. ഞാനിത് പലയിടത്തും പ്രസംഗിച്ചു, കട്ടറായി തന്നെ പ്രസംഗിച്ചുകൊണ്ട്. ഒരു 4-5 വർഷത്തിന് മുമ്പേ പ്രസംഗിച്ചു, ഇറാഖിലൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത്. ഞാൻ അദ്ദേഹം കൊണ്ട് പ്രാർത്ഥിച്ചു, ഇവിടെ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കാരണം വിചാരിച്ച് ആരെങ്കിലും ആട്ടിടയന്മാർ വെച്ച് പോയതാണോ? വെക്കാൻ സാധ്യതയില്ല. കാരണം കാക്ക അടിച്ചുകൊണ്ട് പോകും, കാക്ക ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ പരുന്ത് കൊണ്ടുപോകും. പരുന്തുണ്ടോ അവിടെ? കാക്കയില്ലെങ്കിലും കാക്ക വേണമെങ്കിൽ വീട് വേണം. പക്ഷേ പരുന്ത് എല്ലായിടത്തും ഇങ്ങനെ ചുറ്റി നടക്കും, പരുന്തടിച്ചോണ്ട് പോകും. അതുകൊണ്ട് അവിടെ കൊണ്ട് ചോദിച്ചു, ഇതാ കൊയ് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അവസാനം എടുത്ത് നല്ല ചൂട് ആ സമയത്ത് തവയിൽ നിന്ന് എടുത്തതുപോലെ ഇരിക്കുന്നു. അവർ തിന്നു കഴിഞ്ഞ് കിടന്നപ്പം പത്രോസ് പറഞ്ഞു, എടീ ഭയങ്കര വെയിലല്ലോ, ഇനിയും നടക്കണമല്ലോ കുറച്ച് നേരം. അപ്പം അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു കുടയ്ക്ക് പ്രാർത്ഥിക്കാം. കാശ്മീരിലെ പർവ്വതത്തിൽ ആർക്കും കുടയില്ല, ഒരു മനുഷ്യർക്കും കുടയില്ല. കട്ടറെ പോലും 1-2-3 പേരുടെയിലും കാണാൻ കുടയല്ലാതെ വേറെ ആരുടെയിലും കുടയില്ല. അഥവാ മഴ പെയ്തു പോയാൽ അവരൊരു ചാക്കെടുത്ത് വെച്ച്, ചാക്ക് 2ആയിട്ട് അകത്തോട്ടിട്ട് വെച്ച് അത് അതേ കൂട്ടിട്ട് നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു കമ്പിളി പൊതിച്ചുകൊണ്ട് നടക്കുന്നത്, അല്ലാതെ കുടയില്ല. അവിടെ നമുക്കൊരു കുടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അയാൾ പറഞ്ഞപ്പോൾ ഇവിടുന്ന് കുട വരാൻ അതെനിക്കറിഞ്ഞുകൂടാ. ഏലിയാവിൻ്റെ ദൈവം നമുക്ക് പൊറോട്ട തന്നെങ്കിൽ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാളും. സ്ത്രീകളുണ്ടെങ്കിൽ ഭർത്താവ് അടുത്തിൽ പോണെങ്കിൽ ഒന്ന് തൊട്ടിമുച്ച് പറയാം കേട്ടോ, അയാൾ പറഞ്ഞതെന്ന്. ഹല്ലേലൂയ. അവൾ പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾക്കൊരു കുട തരണമേ. കർത്താവേ ഞങ്ങൾക്കിനി വീട്ടിൽ ചെല്ലാൻ കുറച്ച് ദൂരമുണ്ടല്ലോ, എൻ്റെ ഭർത്താവിന് വെയിലടിക്കുന്നു. കർത്താവേ എൻ്റെ കൊച്ചനും വെയിലടിക്കുന്നു. ഭർത്താവ് ഒരു ആസ്മാ രോഗിയുടെയാണ്. ആണ് പറഞ്ഞ്, കർത്താവേ ഞങ്ങൾക്കൊരു കുട തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നടന്നു. എന്നിട്ട് പറഞ്ഞു, എന്തിയടി കുടയില്ലല്ലോ. കുടയില്ല, പക്ഷെ നമുക്ക് പ്രാർത്ഥിക്കാം. അവർ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. അങ്ങോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ഒക്കെ പറഞ്ഞു, എവിടുന്നാന്നറിയാൻ വയ്യ, ഒരു കാർമേഘം വന്ന് അവരുടെ മുകളിൽ നിന്നു. ആകാശത്ത് അവർക്ക് നിഴലായി. വീട്ടിലെത്തുന്നവരെ ആ കാർമേഘം അവരുടെ കൂടെ നടന്നു. എൻ്റെ ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ് കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഇത് പറയുന്നതാണ്, യേശു പറയുന്നത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, യേശു ശിഷ്യന്മാരെ ഒരുക്കിയെടുത്തു. എന്തിനാണ്? ഹല്ലേലൂയ. ഞാൻ പറയുന്നത് നിങ്ങൾ പോയി പറയണം. നമ്മൾ പ്രസംഗിക്കുന്നവർ ശ്രദ്ധിക്കണം കേട്ടോ. പാസ്റ്റർമാർ ശ്രദ്ധിക്കണം, ഉപദേശിമാരെ ശ്രദ്ധിക്കണം, സൺഡേ സ്കൂൾ ടീച്ചർ. കർത്താവ് പറയുന്നതേ പറയാവൂ, നിങ്ങളുടെ സഭ പറയുന്നതല്ല പറയേണ്ടത്. അല്ല, പലരും അങ്ങനെ സഭ പറയുന്നത് പറയും. ഞാൻ ആദ്യം തൊട്ടേ തീരുമാനിച്ചു, എൻ്റെ സഭ പറയുന്നതല്ല ഞാൻ പറയുന്നത്, എൻ്റെ കർത്താവ് പറയുന്നത് തന്നെ ആയിരിക്കും ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ചിലർ ഞങ്ങളുടെ സഭയൊന്ന് സപ്പോർട്ട് ചെയ്ത് പറയും, എന്നെ കൊണ്ടൊക്കത്തില്ല കേട്ടോ, അത് വേറെ ആരുടെങ്കിലും പറഞ്ഞാട്ടെ. എൻ്റെ വേദപുസ്തകത്തിന് അനുകൂലമല്ലെങ്കിൽ ഞാൻ പറയത്തില്ല. കർത്താവ് പറയുന്നു. അതിനാണ് ശിഷ്യന്മാരെ ഒരുക്കിയെടുത്തത്. 3 വർഷം കൊണ്ട് നടന്നിട്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. പറയാനുള്ള അധികാരം നിങ്ങൾക്ക് തരും. യേശുക്രിസ്തു നിങ്ങൾക്ക് അധികാരം തരും. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അധികാരം തരും. ഇതാ ദൈവത്തിൻ്റെ വചനം പറയുന്നു. യെശയ്യാവ് 57:19. ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കും. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. അല്ലേ? റാഖയിൽ പറഞ്ഞത് അവർക്ക് സംഭവിച്ചു. ഞാൻ പറയുന്നത് എനിക്ക് സംഭവിക്കുന്നു. എനിക്ക് വീട് കിട്ടുന്നു, പുരയിടം കിട്ടുന്നു, കാറ് കിട്ടുന്നു, രൂപ കിട്ടുന്നു, എൻ്റെ രോഗങ്ങൾ മാറുന്നു. എങ്ങനെയാണ്? ഞാനത് പറഞ്ഞ് നടക്കുന്നു. സങ്കീർത്തനം 2:8, 2-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യം. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ചോദിച്ചെങ്കിലേ അവൻ തരത്തുള്ളൂ. ചോദിക്കണം, ധൈര്യമായിട്ട് ചോദിക്കണം. ഒരാൾ പറയും, ഞാൻ 2 വർഷമായിട്ട് ചോദിക്കുക, ഇതുവരെ കിട്ടിയില്ലല്ലോ. 2 വർഷമല്ല, അയാൾ കുറച്ചും കൂടെ ചോദിച്ചാട്ടെ.
എത്ര നാൾ ചോദിക്കണം? കിട്ടുന്നത് വരെ ചോദിക്കണം. ഹല്ലേലൂയ. അത് 2 വർഷമായിരിക്കാം, 3 വർഷമായിരിക്കാം, 4 വർഷമായിരിക്കാം, 5 വർഷമായിരിക്കാം. കിട്ടുന്നത് വരെ ചോദിക്കണം. ഹല്ലേലൂയ. രോഗശാന്തി ആയിരിക്കാം, കിട്ടുന്നത് വരെ ചോദിക്കണം. വീടായിരിക്കാം, കിട്ടുന്നത് വരെ ചോദിക്കണം. പുരയിടമായിരിക്കാം, കിട്ടുന്നത് വരെ ചോദിക്കണം. ഒരു കാറായിരിക്കാം, കിട്ടുന്നത് വരെ ചോദിക്കണം. ഒരു ഡിഗ്രി ആയിരിക്കാം, കിട്ടുന്നത് വരെ ചോദിക്കണം. ഹല്ലേലൂയ. ചിലർ പറയും ഞാൻ ചോദിക്കത്തില്ല അല്ലയോ? അതിനെപ്പറ്റിയും ദൈവം പറയുന്നുണ്ട്, ചോദിക്കത്തില്ല. എന്താ കാര്യം? യേശു നമുക്കറിയാമല്ലോ, നല്ല കാര്യമാണ് ഇല്ലയോ? ദൈവത്തിന് അറിയാമല്ലോ എന്തോ വേണമെന്ന് അറിയാം. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെ കേട്ടാട്ടെ. ഞാൻ വേദപുസ്തകം വായിക്കാം. യഹോവ പിന്നെയും ആഹാസിനോട്, നിന്റെ ദൈവമായ യഹോവയോട് താഴെ പാതാളത്തിലോ മീതെ ഉയരത്തിലോ ഒരടയാളം ചോദിച്ചുകൊള്ളുക എന്ന് കൽപ്പിച്ചു. അയ്യോ, ദൈവം കൊടുത്താൽ നീ എന്തോ വേണേലും ചോദിച്ചാട്ടെ, പല കാര്യങ്ങൾ വല്ലതും ചോദിക്കേണ്ടിയായിരുന്നു. ഹല്ലേലൂയ. ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. അന്നേരം അവൻ എന്തോ പറഞ്ഞു? 12-ാമത്തെ ചോദ്യം, ഞാൻ ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയുമില്ല എന്ന് പറഞ്ഞു. നല്ല കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ദൈവം പറഞ്ഞത് കേട്ടാട്ടെ. അതിനവൻ പറഞ്ഞത്, ദാവീദ് ഗൃഹമേ കേൾപ്പീൻ, മനുഷ്യരെ മുഷിപ്പിക്കുന്നത് പോരാഞ്ഞിട്ടോ നിങ്ങൾ എൻ്റെ ദൈവത്തെ കൂടെ മുഷിപ്പിക്കുന്നത്. രാജാവാ ചോദിച്ചാൽ പറഞ്ഞ നിങ്ങൾ ദാവീദ് ഗൃഹം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് കുടുംബത്തിന് വേണ്ടിയാണ്. സഭയുടെ ശുശ്രൂഷൻ പറയുന്നത് സഭയ്ക്ക് വേണ്ടിയാണ്. ഒരു രാജ്യത്തിൻ്റെ ഹെഡ് പ്രൈം മിനിസ്റ്റർ പറയുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. എൻ്റെ ഈ തെളിവുണ്ട്. ഒരിക്കൽ രാജീവ് ഗാന്ധി പണ്ട് ഇങ്ങനെ പറഞ്ഞു. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്, ഞാൻ ഇവിടുന്ന് ഒരു ആനയെ അയച്ചാലും ഒറീസയിൽ ചെല്ലുമ്പോൾ അതിൻ്റെ വാലേ എത്തത്തുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ വഴിയിൽ നിന്ന് കടിക്കും. ആ പറഞ്ഞതിന് ശേഷം കറപ്ഷൻ കൂടി. ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചായിരിക്കണം. വീട്ടുനായകൻ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചായിരിക്കണം. സഭയുടെ സഭാ പുരോഹിതൻ, ഹല്ലേലൂയ, പാസ്റ്റർ, ആരെങ്കിലും സഭാ സ്റ്റുഡൻ്റ്, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചായിരിക്കണം. ഒരു സഭയുടെ ലീഡർ, ഒരു വലിയ സഭയുടെ ലീഡർ, നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചായിരിക്കണം കേട്ടോ. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് ചോദിക്കണം, ധൈര്യത്തോടെ ചോദിക്കണം. കർത്താവേ, എനിക്കൊരു എൻ്റെ സഭയിൽ 500 പേര് വരട്ടെ. ഹല്ലേലൂയ. എന്നിട്ട് പ്രവർത്തിക്കുകയും വേണം. ചുമ്മാ ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പ്രവർത്തിക്കുകയും വേണം. ഹല്ലേലൂയ. നിങ്ങൾ ചോദിക്കാതിരുന്നാൽ ദൈവത്തെ മുഷിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. യാക്കോബിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, യാചിക്കായകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ചോദിക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. യാചിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവേ തരണമേ എന്ന് പറയുകയല്ല, ചോദിക്കണം, ധൈര്യത്തോടെ ചോദിക്കണം. കർത്താവേ നീ തരണം, എൻ്റെ സഭയിൽ 500 പേരാവണം, ഞങ്ങളെ പ്രവർത്തിക്കാൻ കർത്താവേ, ഞങ്ങൾ ട്രാക്ട് കൊടുക്കാൻ കർത്താവേ, ഞങ്ങൾ പുസ്തകം കൊടുക്കാൻ കർത്താവേ, ഞങ്ങൾ റോഡിൽ ചെന്നിട്ട് പ്രസംഗിക്കാൻ കർത്താവേ, ഞങ്ങൾക്ക് ആളുകളെ തരണം. ഞങ്ങൾ ഓരോ വീടുകളിലും പോയി പറയും. ചിലർ പറയും ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമില്ല ഇപ്പോഴത്തെ, ഇല്ലേ, കാരണം കാര്യങ്ങളൊക്കെ മോശമാണ്. എങ്കിലും ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ ഏതെങ്കിലും ഒരു അവസരം കിട്ടും, ആളുകൾ ഇങ്ങോട്ട് വരും. ആശുപത്രി കയറിയിട്ട് ആരുടെയെങ്കിലും പുറമൊക്കെ തടവി കൊടുക്കുമ്പോൾ അവർ ചോദിക്കും എന്താ ഇത് ചെയ്യാൻ കാര്യം? അത് യേശുവിൻ്റെ ഹൃദയത്തിലുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് അവസരം കിട്ടും കേട്ടോ. വേദപുസ്തകം പറയുന്നു, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, മക്കളെങ്കിൽ അവകാശികൾ. ലൂക്കോസിൻ്റെ സുവിശേഷം യേശു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് കേട്ടാണ്. 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ലൂക്കോസ് 11-ന്റെ 1. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. യേശു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട്, കർത്താവേ, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. പഠിപ്പിക്കാൻ പറഞ്ഞ ഏക സംഭവം പ്രാർത്ഥന മാത്രമാണ്. ഇതെങ്ങനെ ചോദിക്കാൻ കാര്യം? വെറുതെ ഇരുന്നുകൊണ്ടല്ല. യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ, അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ചെയ്യുന്നത് കാണാമെങ്കിൽ നിങ്ങളുടെ മക്കൾ കോപ്പി ചെയ്യും. നിങ്ങൾ ചെയ്യുന്നത് കാണാമെങ്കിൽ അല്ലേ, ഒരു പാസ്റ്റർ അല്ലെങ്കിൽ പട്ടക്കാരൻ ആളുകളോട് സുവിശേഷം പറയാമെങ്കിൽ നിങ്ങളുടെ സഭയിലുള്ളവരും പറയും. വെറുതെ ഇരുന്നുകൊണ്ട് ആട്ടിടേനല്ല ആടുകളെ പ്രസവിക്കുന്ന ആടാണ് ആട്ടിൻകുട്ടികളെ പ്രസവിക്കുക, അതുകൊണ്ട് നിങ്ങളെല്ലാവരും പോയി ഞാനിവിടെ ഇരുന്നുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കാം. അല്ല, നിങ്ങൾ ചെയ്യാമെങ്കിൽ. യേശു പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു. അതിന് യേശു അങ്ങ് മാത്രമല്ലല്ലോ, യോഹന്നാനും പ്രാർത്ഥിക്കുന്നു, അവൻ്റെ ശിഷ്യന്മാർ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, അങ്ങ് ഞങ്ങളെ കൂടെ പഠിപ്പിച്ചാലും. ഹല്ലേലൂയ. 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. യേശു അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിന് ശേഷം ചിലവരെയും കർത്താവിൻ്റെ പ്രാർത്ഥന ഇതല്ല, അത് യോഹന്നാൻ്റെ സുവിശേഷം 15-16 കേട്ടോ. ഇത് ശിഷ്യന്മാരുടെ പ്രാർത്ഥനയാണ്. അവൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതനുണ്ട് എന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിയിൽ അവൻ്റെ അടുക്കൽ ചെന്നു, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം, എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുക്കാൻ എൻ്റെ പക്കൽ ഒന്നുമില്ല എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ സ്നേഹത്തിനല്ലാതെ വേറെ ഒന്നിനും കടപ്പെട്ടിരിക്കാതെ കടം വാങ്ങിക്കരുത്. വിശ്വാസികൾ കടം വാങ്ങിക്കരുത്, ദൈവദാസന്മാർ കടം വാങ്ങിക്കരുത്, കടയിലെങ്കിലും കടം വാങ്ങിക്കരുത് കേട്ടോ. ഞാനൊരിക്കൽ ഒരു സുവിശേഷ വേലക്കാരനെ ഒരിടത്ത് വേല സ്ഥലത്തോട്ട് അയച്ചു. ഞാൻ അയക്കുക മാത്രമല്ല, കൂടെ പോകുന്നവനാണ്. ഞാൻ എൻ്റെ വണ്ടിയില്ല, ഞാനും ലില്ലിയും മക്കളും കൂടെ ബസ് കയറി.
അവിടെ ചെന്നിറങ്ങിക്കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു കടയിൽ ചെന്ന് വെച്ച് ചോദിച്ചു. ഞങ്ങൾ ഇന്ത്യയിൽ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഈ യേശുവിനെ പറ്റി പ്രസംഗിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടല്ലോ എവിടെ നിന്ന്. അയാളെൻ്റെ ഒക്കെ ചോദിച്ചാൽ നിങ്ങളാരാ? ഞാൻ പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ ലീഡറാണ്. ഓടി വന്ന അയാളെൻ്റെ കൈക്ക് പിടിച്ചു. പറഞ്ഞ് 750 രൂപ തരാനുണ്ട്, അത് അയാൾ ഇവിടുന്ന് സ്ഥലം വിട്ടു തന്നിട്ടേ പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അത് പാടില്ല, നിങ്ങൾ കടം വാങ്ങിക്കരുത് കേട്ടോ. പട്ടിണി കിടന്നാലും കടം വാങ്ങിക്കും. പക്ഷേ ഒരു അത്യാവശ്യ സമയത്ത് നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ കുഞ്ഞിനൊരു അപകടം പറ്റി ആശുപത്രി കൊണ്ടുപോയേ ഒക്കത്തുള്ളൂ വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെയാണെന്ന് വിചാരിച്ചോ, കായ് കൊടിഞ്ഞ് ഇങ്ങനെ എല്ലിങ്ങനെ വെളിയിലിട്ടിരിക്കുക, തലയിൽ അങ്ങനെ കൊണ്ടുപോകണോ? അന്നേരം കടം വാങ്ങിക്കാമോ? അല്ലെങ്കിൽ നാളെ കുഞ്ഞിൻ്റെ പരീക്ഷയാണ്, പരീക്ഷയ്ക്ക് പോകണം, കോട്ടയത്ത് ഒന്ന് തിരുവല്ലായി പോകണം, അല്ലെങ്കിൽ തിരുവല്ലായിൽ നിന്ന് കോട്ടയത്ത് വരണം. ആ സമയത്ത് അത്യാവശ്യത്തിന് കടം വാങ്ങിക്കുന്ന 1-2 കാര്യമേ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, അല്ലാത്തത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞു. എന്നെ പ്രയാസപ്പെടുത്തരുത്. വീട്ടുടമസ്ഥൻ പറയണം, അതിൽ ആഹാരമുണ്ട് പക്ഷെ പറഞ്ഞു എന്നെ പ്രയാസപ്പെടരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന അകത്ത് നിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ എഴുന്നേറ്റ് അവന് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവൻ ആവശ്യത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ലജ്ജ കൂടാതെ മുട്ടണം. ആരോട്? ഇത് നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വ്യക്തമായിട്ട് പറയണം. 3 അപ്പം, ഹല്ലേലൂയ, അപ്പം വേണം, 1 അപ്പം വേണം, അരി വേണം, എന്തെങ്കിലും തരണമെന്നല്ല പറഞ്ഞത് അല്ലേ, അപ്പം വേണം. ദൈവത്തോട് ചോദിക്കുമ്പോഴും വ്യക്തമായിട്ട് പറയണം. വണ്ടി വേണോ? ഏത് വണ്ടി വേണം? ആ ഒരു വണ്ടിയുടെ ഫോട്ടോ വെച്ച് വെച്ച് പറഞ്ഞാട്ടെ, കർത്താവ് ഇതുപോലൊരു വണ്ടി വേണം. മക്കളെ കൊണ്ട് പറഞ്ഞു, അവർക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കും, കഴിച്ച് പ്രാർത്ഥിക്കാം, എനിക്കിതുപോലൊരു വണ്ടി വേണം, എനിക്കിതുപോലൊരു വീട് വേണം അല്ലേ. സാധാരണ ആരുടെയെങ്കിലും കല്യാണം നടക്കുന്നില്ല എന്ന് പറയാമെങ്കിൽ ഞാൻ അവരുടെയൊക്കെ പറയുന്നൊരു കാര്യമാണ്. നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ 10 ഗുണങ്ങൾ എഴുതി എനിക്ക് തന്നാട്ടെ. ഈയിടയ്ക്ക് ഞാനൊരു ഡോക്ടറെടുക്കെ പറഞ്ഞപ്പോൾ 21 ഗുണം എഴുതി തന്നെ, 10 അല്ല 21. വിശ്വാസം വലുതായിരുന്നു. ഹല്ലേലൂയ. ഞാൻ നിങ്ങളൊക്കെ പറയും, നിങ്ങളും ചോദിക്കുമ്പോൾ എന്തോ വേണം? അപ്പം. എത്ര എണ്ണം വേണം? 3 അപ്പം. ഹല്ലേലൂയ. വായ്പ ചോദിക്കുക, തിരികെ കൊടുക്കാൻ. ഹല്ലേലൂയ. അത്യാവശ്യത്തിന് കടം ചോദിച്ചാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ലജ്ജ കൂടാതെ മുട്ടിക്കുന്നത് കൊണ്ട്, ലജ്ജ കൂടാതെ നമ്മൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ലജ്ജ കൂടാതെ, കർത്താവെ തരണം, എൻ്റെ മോടെ കല്യാണം നടക്കണം, കർത്താവ് ഞാൻ ഈ ഗുണങ്ങളൊക്കെ ചോദിക്കുകയാണ്, കർത്താവെ ഇന്ന് നടക്കണം, ഹല്ലേലൂയ, നീ ചെയ്തു തരണം, കർത്താവെ എനിക്കൊരു വീട് വേണം, എത്ര മുറി വേണം, ഒരു കുഞ്ഞ് വേണം, ആൺകുഞ്ഞ് വേണോ പെൺകുഞ്ഞ് വേണോ, വ്യക്തമായിട്ട് ചോദിക്കണം. അതിനൊക്കെ ഉദാഹരണങ്ങൾ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. അവൻ സ്നേഹിതനാകുന്നത് കൊണ്ട്, ഹല്ലേലൂയ. നിങ്ങൾ യേശുവിൻ്റെ സ്നേഹിതനായെങ്കിലേ ചോദിക്കാനൊക്കത്തുള്ളൂ. ഞായറാഴ്ച വല്ലപ്പോഴും ഒക്കെ ചർച്ചിൽ പോയിട്ട് സ്വത്രാഴ്ച എടുക്കുമ്പോഴും പോക്കറ്റിനകത്ത് തപ്പി 1 രൂപ കിട്ടും വെച്ച് ഇല്ലയോ, എന്നിട്ട് പറയാം കർത്താവേ എൻ്റെ മോടെ കല്യാണം നടത്തി തരണമേ, എൻ്റെ കർത്താവേ എൻ്റെ മോനെ പഠിപ്പിക്കണമേ. ഹല്ലേലൂയ. അവൻ്റെ സ്നേഹിതനായി തീരണം. വേദപുസ്തകങ്ങൾ പറയുന്നത് അങ്ങനെയാണ് സ്നേഹിതനാകുന്നത്. യോഹന്നാൻ 15:14 ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ, ചെയ്തില്ലെങ്കിലോ സ്നേഹിതനല്ല. നിങ്ങൾ സ്നേഹിതനായി കാണും. യേശു പറയുന്നതെല്ലാം അനുസരിച്ച് കഴിയുമ്പോൾ, ഞാനൊരിക്കലും ഒരു വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രാവിലെ ഞാൻ മാത്രമേ ഉള്ളൂ, ആ വീട്ടുകാരില്ല. അവർ രാവിലെ അതിരാവിലെ പോകും. അവർ പലയിടത്തും സെമിനാർ നടത്തുന്നവരാണ്. പാസ്റ്ററല്ല, പക്ഷേ അവരുടെ ജോലി ഫാമിലി സെമിനാർ നടത്തുകയാണ്. അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അവരെനിക്കുള്ള ആഹാരം എല്ലാം ഉണ്ടാക്കി വെച്ചാണ് പോകുന്നത്. പറയും ഇവിടുന്ന് കഴിക്കാം, സായിപ്പാണ്, സായിപ്പ് മദാമേ. ഞാൻ വിചാരിച്ചു ഇതാണ് നല്ല പ്രാർത്ഥിക്കാൻ സമയം. ഞാൻ താഴെ ഇരുന്നു. അന്ന് എനിക്ക് കുറച്ചുകൂടെ പ്രായം കുറവാണ്, വയറും ഇത്രയില്ല. അതുകൊണ്ട് ഞാൻ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, കർത്താവ് വടക്കേ ഇന്ത്യ സുവിശേഷീകരിക്കപ്പെടണം, എന്നെക്കൊണ്ട് ചെയ്യാൻ ഒക്കുന്നതെല്ലാം ഞാൻ ചെയ്യാം, പക്ഷേ നീ എനിക്ക് ആത്മാക്കളെ തരണം. ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു, കർത്താവ് ഞാൻ മരിക്കുമ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ 10 ലക്ഷം വിശ്വാസികളെ കാണാനുള്ള ഭാഗ്യം തരണം. ഇപ്പം 3 ലക്ഷമേ ഉള്ളൂ, കഷ്ടിച്ച് 3 ലക്ഷമേ ഉള്ളൂ. കർത്താവ് 10 ലക്ഷം ആക്കി തരണം. പക്ഷേ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഗിവ് മീ സോൾസ്, വടക്കേ ഇന്ത്യയിൽ എനിക്ക് ആത്മാക്കളെ തരണം, നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ തയ്യാറാണ്. പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി, ഞാൻ കരയാൻ തുടങ്ങി. ദൈവം എൻ്റെ ഭാര്യയെ ചോദിച്ചാൽ, ദൈവം എൻ്റെ 5 മക്കളെ ചോദിച്ചാൽ, എനിക്ക് അവരാണ് മാത്രമാണ് സമ്പാദ്യം. ഈ ലോകത്ത് വേറെ സമ്പാദ്യമില്ല. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് നീ എന്ത് ചോദിച്ചാലും. അവൻ ചോദിക്കുന്നത് എന്തായിരിക്കും? എനിക്ക് കൊടുക്കാൻ കഴിവുള്ളത്, എനിക്ക് ചെയ്യാൻ കഴിവുള്ളത്. അല്ലാത്തൊന്നും അവൻ ചോദിക്കുക. അവൻ നമ്മളെ പരീക്ഷിക്കത്തില്ല കേട്ടോ. അവൻ നമ്മളെ പരിശോധിക്കുന്നവനാണ്. അവൻ പറയുന്നതെല്ലാം അനുസരിക്കണം. ഹല്ലേലൂയ. നമ്മൾ പരിചയത്തിൽ നിന്നും സ്നേഹിതന്മാരായിത്തീരണം, മക്കളായിത്തീരണം. 3 കാര്യമാണ്. 1 പരിചയക്കാർ, 2 പരിചയത്തിൽ നിന്ന് നമ്മൾ സ്നേഹിതരായിത്തീരണം, അക്വിറ്റൻസ് ആൻഡ് ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് നമ്മൾ മക്കളായിത്തീരണം. യോഹന്നാൻ 1:12. ഹല്ലേലൂയ. മക്കളായി കഴിഞ്ഞിട്ടും പ്രിയ മക്കളായിത്തീരണം. ഹല്ലേലൂയ. 3-മത്തെ, ദൈവത്തിനോടുള്ള ബന്ധത്തിന് നമുക്ക് വലിപ്പമുണ്ട്.
അതിന് പ്രാധാന്യമുണ്ട്. ആദ്യം നമുക്ക് ദൈവത്തെപ്പറ്റി അറിയാം, പരിചയം. അത് കഴിയുമ്പോൾ നമ്മൾ സ്നേഹിതരായിത്തീരുന്നു. കുറച്ചുകൂടെ കാര്യം വേദപുസ്തകം വായിക്കുന്നു. എനിക്ക് ഒത്തിരി പേരെ അറിയാം, ഭക്തരായിട്ടുള്ള മനുഷ്യർ. രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിച്ചാൽ അല്ല. അതിൻ്റെയൊക്കെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല, പക്ഷേ ഭക്തരാണ്. പള്ളിയിൽ പോവും, ഉപദേശിമാർക്ക് ചോറ് കൊടുക്കും, പക്ഷേ മാനസാന്തരപ്പെട്ടിട്ടില്ല. ഒപ്പം 1 പരിചയക്കാർ, 2 സ്നേഹിതർ, 3 മക്കളായിത്തീരുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ 3 പ്രിയ മക്കളായിത്തീരുന്നു. കുറച്ചുകൂടെ കർത്താവിനോട് ചേർന്ന് നടന്ന് കർത്താവുമായിട്ട് സംസാരിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്കൊരിക്കലും ഒരു ദോഷം വരുത്തുകയുമില്ല. അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം പ്രിയമക്കളായി കഴിയുമ്പോഴാണ് കേട്ടോ. പ്രിയമക്കളായി കഴിയുമ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം പാമ്പിനെയും തേളിനെയും ഒക്കെ കയറി ചവിട്ടാവുന്നതാണോ? പോയി ചവിട്ടി നോക്ക്. യേശു ചവിട്ടിയില്ല, യേശുവിൻ്റെ ശിഷ്യന്മാരും ചവിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ദൈവത്തെ നമ്മൾ പരീക്ഷിക്കരുത്. നമ്മൾ ദൈവത്തിൻ്റെ വചനം എടുത്ത് വെച്ച് ഭോഷത്വം കാണിക്കരുത്. ഒരു സുവിശേഷ പ്രസംഗകൻ, തിരുവനന്തപുരത്തിന് തെക്കുള്ള ഒരു സുവിശേഷ പ്രസംഗകൻ, യഥാർത്ഥ സംഭവമാണ്. അദ്ദേഹം ഒരു ഓഫീസറാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സുവിശേഷം പ്രസംഗിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വേദപുസ്തകത്തിനകത്ത് വായിച്ചു, മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, മരണകരമായി യാതൊന്നും കുടിച്ചാലും, ചിലടത്ത് കടിച്ചാലെന്നാണ് കുടിച്ചാലും എന്ന് പറഞ്ഞാൽ ഒരു ദോഷവും നിനക്ക് വരത്തില്ല. അദ്ദേഹം ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം പോയിട്ട് അന്നത്തെ കീടനാശിനി ടിക്-20 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, പഴയ കാലത്താണ്. ആ ടിക്-20 3 കുപ്പി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഒരു മുറിക്കകത്ത് കയറി കതവടച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവിടെ വരുന്നവർക്കൊക്കെ ഒരു വാട ചെന്താട്ടി തുറന്നപ്പോഴാണ് 3 ഒഴിഞ്ഞ കുപ്പിയുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം തുറന്നു വെച്ച് അടിവരയിട്ടുണ്ട്, 3 കുടിച്ചു, ചത്തുപോയി. അല്ലേ? കൊറിയയിലുള്ള 2 പെൺകുട്ടികൾ അവർ വേദപുസ്തകത്തിനകത്ത് വായിച്ചു. യേശയ്യാവിൻ്റെ പുസ്തകം 43:2, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കുന്നു, നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിൻ്റെ മീതെ കവികയില്ല. ഇത് വായിച്ചു കഴിഞ്ഞും വെച്ചാൽ അവർ 2 കൂടെ കൈകോർത്ത് പിടിച്ച്, പോളിയോമിച്ചോ പറഞ്ഞതാണിത് കേട്ടോ. 2 പേരും കൂടെ കൈകോർത്ത് പിടിച്ച് കഴിഞ്ഞും വെച്ചാൽ അവർ ഈ വാക്യം വായിച്ചുകൊണ്ട് അങ്ങോട്ടിറങ്ങി മുങ്ങിച്ചത്തുപോയി. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വെള്ളത്തിൽ പോയിട്ട് ഇറങ്ങണമെന്നല്ല കേട്ടോ, കടലിൽ പോയിട്ട് ഇറങ്ങണമെന്നുള്ളതല്ല. ഹല്ലേലൂയ. വചനം ആയുധമാണ്, പക്ഷെ നമ്മുടെ തോന്നലിലല്ല നമ്മൾ നടക്കേണ്ടത്. അർത്ഥം മനസ്സിലാക്കാതെ, ആത്മീയ അർത്ഥം മനസ്സിലാവുന്നില്ലയോ, അറിയാവുന്നവരൊക്കെ ചോദിച്ചാട്ടെ. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വന്ന് വെച്ച് പറഞ്ഞു, തിരുവനന്തപുരത്ത് വെച്ച് പറഞ്ഞു, വർഗീസ് പറയാം, എനിക്കൊരു പർവ്വതം മാറ്റണമെന്നൊരാഗ്രഹം. യേശുക്രിസ്തു പറഞ്ഞു, ഈ പർവ്വതത്തോട് പറയാമെങ്കിൽ അത് മാറിപ്പോകും. യേശുക്രിസ്തു പർവ്വതത്തിലൂടെ നടന്നേ, യേശുശിഷ്യന്മാർ പർവ്വതത്തിലൂടെ നടന്നത്. അത് മുഴുവൻ പർവ്വതമാണ്, കുന്നുകളാണ്, വലിയ കുന്നുകളാണ്. യേശു ഒരിക്കലും ഒരു പർവ്വതത്തെയും മാറ്റിയില്ല. ആ പർവ്വതത്തിൻ്റെ അർത്ഥം പർവ്വതം മാറ്റണമെന്നല്ല, പിന്നെയോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ മാറ്റണമെന്നാണ്. ഹല്ലേലൂയ. വചനത്താൽ നമുക്ക് സാത്താനെ തുരത്താം, അത്ഭുതം കാണിക്കാനായിട്ടല്ല, പക്ഷേ അത്ഭുതം നടക്കും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് സാത്താനെ തുരത്താം, വരുമാനത്തിൽ നിന്നും സാത്താനെ തുരത്താം, നമ്മുടെ ശരീരത്തിൽ നിന്നും സാത്താനെ തുരത്താം, നമ്മുടെ സഭയിൽ നിന്നും സാത്താനെ തുരത്താം. വചനം, അഭിഷേകം. ഹല്ലേലൂയ. നിൻ്റെ പഠിത്തം നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഹല്ലേലൂയ. പഠിത്തം നീ 2-ാം ക്ലാസ് ആയിരിക്കും, നിനക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ലായിരിക്കാം. നിൻ്റെ കുടുംബം നീ നോക്കണ്ട, നീ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതായിരിക്കാം. നിൻ്റെ സൗന്ദര്യം നോക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ദൈവം നിന്നെ ദത്തെടുത്തിരിക്കുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, ദൈവം നിന്നെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിനക്ക് അവസരം തരും. ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് ദൈവം തന്നെ ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ ഹൈദരാബാദിൽ ഒരു വലിയ ക്രൂസ് നടത്തുകയാണ് ജോണേഴ്സിന് വേണ്ടി. എൻ്റെ ഓഫീസിൽ നിന്ന് ഫോൺ വന്നു, CK ജോർജ്, ഇപ്പോൾ അദ്ദേഹം കാൺപൂരിലുണ്ട്. അദ്ദേഹം ഫോൺ ചെയ്ത് വെച്ച് പറഞ്ഞു, ഇത് സാംബിയയിലെ പ്രസിഡൻറ്റ് ഫോൺ ചെയ്തിരിക്കുന്നു, അത്യാവശ്യമായിട്ട് സംസാരിക്കണമെന്ന്. ഞാൻ വിചാരിച്ചു ഏതാണ്ട് ഒരു സംഘടനയുടെയാണ്. ഞാൻ പറഞ്ഞു, ജോർജ് പറയാം, അദ്ദേഹത്തിൻ്റെയൊക്കെ പറ, ഞാനിവിടെ ഒരു വലിയ ക്രൂസ് നടത്തുക, വലിയ പ്രശ്നം, ഇവിടെ ഒത്തിരി ആളുണ്ട്, അവർക്ക് വലിയ ക്രൂസ് നടത്തിക്കൊണ്ടെങ്കിൽ നമ്മൾ വളരെ ബിസിയാണ്, ഒക്കത്തില്ല. അടുത്ത ദിവസം ഫോൺ ചെയ്തു, അദ്ദേഹം വീണ്ടും ഫോൺ ചെയ്തു. ഞാൻ പറഞ്ഞു, പറ, അദ്ദേഹത്തിൻ്റെ കൂടെ ക്രൂസ് നടക്കുകയാണ്, ജോണസിൻ്റെ ക്രൂസ് നടക്കുകയാണ് സാംബിയ. 3-ാം ദിവസം പറഞ്ഞു, അയ്യോ, ഇത് സംഘടനയുടെ പ്രസിഡൻ്റല്ല, രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ്. അയ്യോ, പെട്ടെന്ന് ഞാൻ പേടിച്ചു, രാജ്യത്തിൻ്റെ പ്രസിഡൻ്റ് എന്നെ വിളിച്ചിരിക്കുന്നു. ഞാൻ ഓടിച്ചെന്നിട്ട് അന്നത്തെ കാലത്ത് വെളിയിൽ പോകണം ഫോൺ ചെയ്യാൻ. ഞാൻ ഫോൺ ചെയ്ത് വെച്ച് ഞാൻ പ്രസിഡൻ്റൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ PG വർഗീസാണ്, റവറൻ PG വർഗീസ്, കാര്യമായിട്ടൊക്കെ പറഞ്ഞു കേട്ടോ. അവരെങ്ങനെ പറയത്തുള്ളൂ, റവറൻ PG വർഗീസാണ്, എന്താണ് കാര്യം? പറഞ്ഞു, ഞാൻ പടിയിറങ്ങി വരുമ്പോൾ വീണു, എൻ്റെ ഇവിടുത്തെ ഹിപ്പ് ബോൺ പൊട്ടിപ്പോയി. അന്നേരമാണ് ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളെ കാണാൻ വന്നു, ഒരു ലേഡിയാണ്. നിങ്ങൾ എൻ്റെയൊക്കെ ചോദിക്കുക, ലേഡിക്ക് പാസ്റ്റർ ആകാമെന്ന്. ദൈവമാക്കിയാൽ ആരാ പറഞ്ഞു? യോഹന്നാൻ്റെ ലേഖനം 3-ാം അധ്യായം
അവിടുത്തെ പാസ്റ്റർ ഒരു ലേഡിക്ക് വേണ്ടിയാണ് കേട്ടോ. ഹല്ലേലൂയ. പറഞ്ഞ പാസ്റ്റർ വന്നിട്ട് നിങ്ങളുടെ ഒരു പുസ്തകം തന്നു. അവരെൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ പുസ്തകം വായിച്ചു. അത്ഭുതങ്ങളുടെ താക്കോൽ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സുഖമായി. എൻ്റെ നാട്ടിലൊന്ന് വരാമോ? ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ആരാണ്? ചില്ലൂബ, ഫ്രെഡറിക് ചില്ലൂബ. ഞാൻ പറഞ്ഞു വരാം. ഞാൻ അവിടെ ചെന്നു. എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ അദ്ദേഹത്തിൻ്റെ പാലസിൽ ചെന്നു. പാസ്റ്ററേയും കൊണ്ടാണ് പോയി. വേറൊരു പാസ്റ്ററായിരുന്നു കേട്ടോ. വേറൊരു പാസ്റ്ററേയും കൊണ്ട് ഞാൻ അവിടെ ചെന്നു. ആ പാസ്റ്ററേയും കൊണ്ട് അവിടെ ചെന്നിരുന്നു. 1 മണിക്കൂർ വർത്തമാനം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രവചിച്ചതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. ഞാൻ പ്രവചിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിൻ്റെ തോളെ കൈവച്ച് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ കൈ വലിച്ചെടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചു. എൻ്റെ വിദ്യാഭ്യാസം എന്തോ ഉണ്ട്? 10ാം ക്ലാസ്, അത്രയേ ഉള്ളൂ. എൻ്റെ സ്ഥാനം കൊണ്ടല്ല, അദ്ദേഹം വെച്ച ഞാനല്ല. ഇതുപോലെ വേറെ രാജാവ് വെച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തെ ടോങ്ക എന്ന് പറഞ്ഞ രാജ്യത്തെ രാജാവിൻ്റെയും തോളെ കൈവച്ചപ്പോൾ അദ്ദേഹം കൈയെടുത്ത് എൻ്റെ തലവെപ്പിച്ചു. ഞാൻ പറയുന്നതിൻ്റെ ശബ്ദം എന്താണെന്നറിയാമോ? നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കണ്ട, നിങ്ങളുടെ കുടുംബ മഹിമയെ നോക്കണ്ട. നിനക്ക് അഭിഷേകമുണ്ട് എങ്കിൽ, ദൈവം നിന്നെ അയച്ചതാണെങ്കിൽ ധൈര്യത്തോടെ പോയി പ്രസംഗിച്ചാണ് കേട്ടോ. ഞാൻ ഒത്തിരി പ്രാവശ്യം, വളരെ പ്രാവശ്യം ദുഷ്ടാത്മാക്കളെ ആളുകളിൽ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരിക്കലും ദുഷ്ടാത്മാവിൻ്റെയൊക്കെ പറഞ്ഞില്ല, എൻ്റെ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിയില്ല, പിന്നെ ഞാൻ ഇറങ്ങത്തുള്ളൂ. നിനക്ക് BTH ഇല്ലല്ലോ എന്ന് ഒരു ദുഷ്ടാത്മാവും പറഞ്ഞില്ല. നിനക്ക് ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലായിരിക്കാം, BTH ഇല്ലായിരിക്കാം. സഹോദരി പറയുന്നത് കേട്ടാട്ടെ. ദൈവം നിന്നെ അയച്ചതാണെങ്കിൽ, ദൈവത്തിൻ്റെ അഭിഷേകം നിന്നെ ഉണ്ടെങ്കിൽ എളിമയോടെ നീ പോയാട്ടെ. ആ സമയത്ത് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കാരണം വേദപുസ്തകം പറയും, 1 യോഹന്നാൻ 4:4, നിന്നിലുള്ളവൻ ഈ ലോകത്തിലുള്ള, നിന്നിലുള്ളവൻ നിൻ്റെ ഡിഗ്രി അല്ല, നിൻ്റെ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് അല്ല, ഇതൊക്കെ നല്ലതാണ് കേട്ടോ. നിന്നിലുള്ള ഈ ലോകത്തിലുള്ളവനേക്കാൾ. ഹല്ലേലൂയ. മോശയെ അയച്ചവൻ നിന്നോട് കൂടെയുണ്ട്. സാധാരണക്കാരായ 12 ശിഷ്യന്മാരെ അയച്ചവൻ നിന്നോട് കൂടെയുണ്ട്. യോഹന്നാൻ 20:21. നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾക്ക് സമാധാനം. പിതാവ് യേശുവിനെ അയച്ചതുപോലെ യേശു തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. അവൻ നിങ്ങളെയും അയക്കുകയാണ്. നിങ്ങൾക്ക് അഭിഷേകം. എന്തിനാ അഭിഷേകം തന്നത്? വെറുതെ ഇരുന്ന് കുലുങ്ങാനാണോ? അല്ല. സുവിശേഷം പ്രസംഗിക്കാൻ, ആരോടെങ്കിലുമൊക്കെ പ്രസംഗിക്കാൻ, അടുത്ത വീട്ടിൽ പോയി പറയുവാൻ, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി പറയുവാൻ, നിങ്ങൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് പറയുവാൻ. അഘോഷത്വം കാണിക്കരുത് കേട്ടോ. അവസരം ഉണ്ടാക്കിയെടുത്ത് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ ചെയ്യുമ്പോൾ അവൻ അയക്കുക മാത്രമല്ല, എൻ്റെ യേശു ക്രിസ്തു അവൻ അയക്കുക മാത്രമല്ല, അവൻ കൂടെ വരുന്നവനാണ്. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ജനം പീഡനം ഉണ്ടായപ്പോൾ യെരൂശലേമിൽ നിന്ന് ചിതറിപ്പോയി. ഹല്ലേലൂയ. ഇവിടെയും പീഡനം നടക്കുകയാണ് അല്ലേ. നമുക്കിന്ന് പ്രസംഗിക്കാൻ പ്രയാസമുണ്ട്. പ്രസംഗിച്ചാൽ നമ്മളെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കോർട്ടിൽ കൊണ്ടുപോകും. നമ്മുടെ പേര് കേസ് കൊടുക്കണം. അവർ ചിതറിപ്പോയി എന്തോർത്ത് എന്നാൽ നമുക്ക് മിണ്ടാതിരിക്കാമെന്ന് പറഞ്ഞില്ല. എന്തോ പീഡനം ഉണ്ടായപ്പോൾ അവർ ചിതറിപ്പോയവർ എന്ത് ചെയ്തു? 4-ാമത്തെ വാക്യം. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, നമ്മളെല്ലാവരും പോകുന്നിടത്ത്, ജോലി ചെയ്യുന്നിടത്ത് സുവിശേഷം പ്രസംഗിച്ചെങ്കിൽ ഹല്ലേലൂയ. എൻ്റെ വിശ്വാസമുള്ള ഒരു കുടുംബം നാട്ടിൽ നിന്നൊരു വേലക്കാരി, അടുക്കള വേലയ്ക്ക് ഒരു സഹോദരിയെ കൂടെ കൊണ്ടുവന്നു, ഒരു പെങ്കൊച്ചിനെ കൂടെ കൊണ്ടുവന്നു. അവരുടെ അടുത്ത വീട്ടിൽ കത്തോലിക്ക കാരിസ്മാറ്റിക്കാരായ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവരൊരു ദിവസം ചെന്ന് വെച്ച് ഈ പെങ്കൊച്ചൻ്റെയൊക്കെ ചോദിച്ചു, നീ വീണ്ടും ജനനം പ്രാപിച്ചതാണോ? ഇല്ല. അതെന്തുവാ? പറഞ്ഞുതരാം. 3 മാസമായി ഇവിടെ വന്നിട്ട് പറഞ്ഞുതരാം. അവർ യേശുവിനെ പറ്റി പറഞ്ഞു. വൈകുന്നേരം വീട്ടുകാർ വന്നു കഴിഞ്ഞപ്പം ഈ വേലയ്ക്ക് വന്ന കൊച്ചു പറഞ്ഞു, ഇന്ന് അപ്പുറത്തെ അങ്കിളും ആൻറ്റിയും കൂടെ വന്നിരുന്നു, എൻ്റെ അടുക്കൽ വീണ്ടും ജനനം പ്രാപിക്കുന്നു. അവർ നമ്മൾ പറഞ്ഞു, ഓക്കെ കൊച്ചിൻ്റെ ഒക്കെ സുവിശേഷം പറയരുത് കേട്ടോ, അവരുടെ വീട്ടുകാർ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും. ഒരാത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നതല്ല അവർക്ക് ലക്ഷ്യം. എൻ്റെ വിശ്വാസമുള്ളവർ. വിശ്വാസവും സഭയൊന്നും അല്ല പ്രശ്നം. ദൈവം നിനക്ക് അഭിഷേകം തന്നിട്ടുണ്ടെങ്കിൽ എന്തിനാണ് തന്നിരിക്കുന്നത്? യഹോവ ഇപ്രകാരം പറയുന്നു എന്ന് വിളിച്ചു പറയുവാനുള്ളത്. ഹല്ലേലൂയ. 7-ാമത്തെ വാക്യം പറയുന്നു. 4-ാമത്തെ വാക്യം, അവർ സുവിശേഷം പ്രസംഗിച്ചോട് സഞ്ചരിച്ചു. 7-ാമത്തെ വാക്യം, അശുദ്ധാത്മാക്കൾ വിട്ടുപോയി, പക്ഷവാതക്കാർ മുടന്തർ സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. നമുക്കും അത് ചെയ്യാം. നമ്മളായിരിക്കുന്ന സ്ഥാനത്ത് പ്രാർത്ഥിക്കാം. ചിലർ പറയുമെന്ന്, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ലെങ്കിലോ? നടന്നാലോ? അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഇന്നു മുതൽ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാം, ആളുകൾ രോഗികളെ സൗഖ്യമാക്കാം, വീടുകളിൽ പോയി പറയാം, കൂട്ടായ്മയ്ക്ക് വിളിച്ചു കൂട്ടാം. യേശു ക്രിസ്തു പറഞ്ഞു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുകയും ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആരുടെ കൂടെയുണ്ട്? നിങ്ങളുടെ കൂടെ, എന്നോടുകൂടെ. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ധൈര്യത്തോടെ സുവിശേഷം പ്രസംഗിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. സൗഖ്യമായവരെ എണ്ണേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിൻ്റെ ജോലിയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, പോയ കമ്പനിക്ക് പോയി എനിക്കെന്തോ നഷ്ടം, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും,
നടന്നാലും ശരി നടന്നില്ലെങ്കിലും ശരി അത് കർത്താവിൻ്റെ ഇഷ്ടം. ഹാലലൂയ. സൗഖ്യമാക്കുന്നത് ഞാനല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പറയും ഞാനല്ല സൗഖ്യമാക്കുന്നത്, പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാം. ഹാലലൂയ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളുടെ പറയുന്നു. ഹാലലൂയ. കർത്താവ് യേശു പറഞ്ഞത് പറയുകയാണ്. ഹാലലൂയ. നിങ്ങൾ പോകുക, സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. കേട്ടോ, ലോകത്തിൻ്റെ അവസാനം വരെ. നിങ്ങൾ ഒറീസയിലാണെങ്കിലും, നിങ്ങൾ ബീഹാറിലാണെങ്കിലും, നിങ്ങൾ നാഗാലാൻഡിലാണെങ്കിലും, നിങ്ങൾ പഞ്ചാബിലാണെങ്കിലും സുവിശേഷം പറയാൻ അവസരം കിട്ടുമ്പോൾ പറയണം, അവസരം ഉണ്ടാക്കി പറയണം, അവസരം ഉണ്ടാകുമ്പോൾ പറയണം. കർത്താവ് നിങ്ങളെ സഹായിക്കും. എൻ്റെ ഇന്നത്തെ സന്ദേശം, ഞാനും യേശുവും കൂടെ ഉണ്ടെങ്കിൽ, നീയും യേശുവും കൂടെ ഉണ്ടെങ്കിൽ വലിയ കാര്യങ്ങൾ നടക്കും. പാപികൾ രക്ഷിക്കപ്പെടും, രോഗികൾ സൗഖ്യമാകും. കർത്താവ് യേശു നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യട്ടെ, നിങ്ങളോടൊപ്പം ചെയ്യട്ടെ. ദൈവത്തിന് ഒരാളിനെ ആവശ്യമുണ്ട്. മോശയില്ലാതെ മിസ്രൈമിൽ നിന്നും ഇസ്രായേൽ ജനത്തിന് വിടുതലില്ല. ഏലിയാവില്ലാതെ അവിടെ വലിയൊരു ഉണർവ് നടക്കത്തില്ല. നോഹയില്ലാതെ പെട്ടകം പണിയത്തില്ല. യോന പോകാതെ നിനവയിലുള്ള രക്ഷിക്കപ്പെടത്തില്ല. ദൈവത്തിനൊരു പുരുഷനെ, ഒരു സ്ത്രീയെ ആവശ്യമുണ്ട്. അത് നിങ്ങളായിരിക്കട്ടെ. പോകുക, സുവിശേഷം പ്രസംഗിക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളും യേശുവും.